സ്പോട്ട് ലൈവ് തുടരുന്നു. ആലപ്പുഴ ചെന്നിത്തല നവോദയ സ്കൂളിൽ ദേശീയ കായിക താരമായ വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. 10ാം ക്ലാസ് വിദ്യാർത്ഥിനി നേഹയാണ് ഹോസ്റ്റൽ ശുചിമുറിക്ക് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ വൈകുന്നേരം നടന്ന പരിപാടികളിൽ ഉൾപ്പെടെ വളരെ സജീവമായി നേഹ ഉണ്ടായിരുന്നുവെന്ന് ക്ലാസ് ടീച്ചർ അമ്പിളി പറഞ്ഞു. മരണത്തിലേക്ക് നയിച്ച കാരണമെന്തെന്ന് കണ്ടെത്താനായിട്ടില്ല. കുട്ടി പഠിക്കാൻ നല്ല ഒരു നിലവാരം പുലർത്തുന്ന കുട്ടി തന്നെയാണ്. ഇപ്പോഴത്തെ ഒരു പരീക്ഷ കഴിഞ്ഞിരുന്നു. ആ പരീക്ഷയിലും കുട്ടിയുടെ മാർക്സ് 70% മുകളിലാണ്. പിന്നെ ഒരു തരത്തിൽ നമുക്ക് ഇതുവരെ ഒരു കുട്ടികളുടെ ഫ്രണ്ട്സുമായിട്ട് നമ്മൾ സംസാരിച്ചു. അവരും പറയുന്ന ഒന്നും അങ്ങനെ ഷെയർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ മറ്റു തരത്തിലുള്ള വേറെ പ്രണയബന്ധങ്ങളോ അങ്ങനെ ഒന്നും തന്നെ കുട്ടിക്കുള്ളതായിട്ട് ഞങ്ങൾക്ക് ഒരു അറിവുമില്ല. ഫ്രണ്ട്സുമായിട്ട് നമ്മൾ ഡീപ്പായിട്ട് ഇതിനെപ്പറ്റി സംസാരിച്ചു. അപ്പോൾ അങ്ങനെ ഒന്നുമില്ല. പിന്നെ ഇന്നലെ വരെ ഹാപ്പി ആയിരുന്ന ഒരു കുട്ടി രാത്രി കൊണ്ട് 11 മണിക്കാണ് ഉറങ്ങാൻ കിടന്നത്. ഇന്നലെ ഞങ്ങൾ പ്രോഗ്രാം കഴിഞ്ഞിട്ട് കുറച്ച് താമസിച്ചാണ് എല്ലാവരും 9 മണി കഴിഞ്ഞ് അവിടെ പിന്നെ ഫുഡൊക്കെ കഴിച്ച് വന്ന് റിലാക്സ് ആയിട്ട്. അപ്പം ആ സമയത്തൊന്നും ആറാട്ടുപുഴയിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളി കുടുംബാംഗമായ നേഹ ദേശീയ ബാസ്കറ്റ്ബോൾ താരമാണെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. സംഭവത്തിൽ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി എന്നിവരോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി. 10ാം ക്ലാസ് വിദ്യാർത്ഥിനി എന്താണ് ഇങ്ങനൊരു കൃത്യം ചെയ്തതെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ പോലീസ് ഇപ്പോൾ എന്തായാലും അതിന്റെ നടപടിക്രമങ്ങൾ കൃത്യമായിട്ട് ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇൻക്വസ്റ്റ് തയ്യാറാക്കി ബന്ധപ്പെട്ട എല്ലാ ഏജൻസികളും ഇവിടെ വന്നിപ്പോൾ ആദ്യഘട്ട പരിശോധന നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കളക്ടറെടുക്കെ സംസാരിച്ചു. എത്രയും വേഗം കളക്ടറും പോലീസ് സൂപ്രണ്ടും എസ് പി അടക്കം സ്ഥലത്തെത്തി കൃത്യമായ പരിശോധന വേണം. ആരെയെങ്കിലും ഇതിന്റെ പേരിൽ ക്രൂശിക്കാനോ മോശപ്പെടുത്താനോ നമ്മൾ ശ്രമിക്കാൻ പാടില്ല. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ഈ ക്ലാസ് ടീച്ചർ പറയുന്നതനുസരിച്ച് മരണത്തിൽ മറ്റ് ദുരൂഹതയില്ലെന്ന് പറയുന്നുണ്ട്. മന്ത്രി സജി ചെറിയാനും ആർക്കെതിരെയും ഒരാരോപണം ഉന്നയിക്കുന്നില്ല. കുടുംബം എന്താണ് പറയുന്നത്? മറ്റ് ആത്മഹത്യക്കുറിപ്പോ മറ്റോ അവിടെ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് മരണകാരണം? ഈ പെൺകുട്ടി നേഹ ജീവനെടുക്കാനുള്ള കാരണം എന്താണെന്ന് എന്തെങ്കിലും സൂചനകൾ ലഭ്യമായിട്ടുണ്ടോ? ടോമ, ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടിയാണ് ചെന്നിത്തല നവോദയ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ നേഹയെ മരിച്ച നിലയിൽ കോളേജിന്റെ ഹോസ്റ്റലിന്റെ ശുചിമുറിയോട് ചേർന്ന് ഹാൻഡ് റെയിൽ, അതായത് സ്റ്റെയർ കേസിന്റെ ഹാൻഡ് റെയിലാണ് ഈ കുട്ടി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സഹപാഠിയായ വിദ്യാർത്ഥിനിയാണ് ബാത്റൂമിൽ പോകുന്ന സമയത്ത് ഈ കുട്ടിയെ ഇങ്ങനെ കാണുന്നത്. തുടർന്ന് അധ്യാപകരെയും ഹോസ്റ്റൽ വാർഡനെ അടക്കം വിവരം അറിയിക്കുകയായിരുന്നു. മാന്നാർ പോലീസ് സ്ഥലത്തെത്തി മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റിയിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സ്കൂളുമായി ബന്ധപ്പെട്ട് ചില ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതായത് 8ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ പിതാവ് റാഗിങ്ങുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള ആരോപണമൊക്കെ ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളാണോ ഈ ഒരു മരണത്തിലേക്ക് നയിച്ചതെന്നുള്ള ചോദ്യങ്ങളും അവിടെ ഉയർന്നിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അത്തരം വിഷയങ്ങൾ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി അതിനകത്ത് ഇന്നിപ്പോൾ മൃതദേഹം മാറ്റുന്നതും അത്തരം ഇൻക്വസ്റ്റ് നടപടികളും അത്തരം പ്രൊസീജിയേഴ്സിലാണ് എല്ലാവരും കൂടുതൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനും അപ്പുറത്തേക്ക് ഇൻവെസ്റ്റിഗേഷൻ ഇനിയും മുന്നോട്ട് പോകേണ്ടതായുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ നേഹയുടെ ക്ലാസ് ടീച്ചറായ അമ്പിളി അടക്കമുള്ള ആളുകളോട് നമ്മൾ ചോദിച്ചിരുന്നു. അപ്പൊ അവർ പറയും ഇന്നലെയും ഒരു കൾച്ചറൽ പ്രോഗ്രാം സ്കൂളിൽ നടത്തിയിരുന്നു. അതിനകത്ത് വളരെ സജീവമായി ഉണ്ടായിരുന്ന ഒരാളാണ് നേഹ. ഒപ്പം തന്നെ നേഹ നാഷണൽ ബാസ്കറ്റ്ബോൾ പ്ലെയർ കൂടിയാണ്. അത്തരത്തിൽ വളരെ ആക്റ്റീവായ ആറാട്ടുപുഴയിൽ നിന്നുള്ള ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിലെ കുട്ടിയാണ് എന്നുള്ളതാണ്. രക്ഷകർത്താക്കളും ഇന്ന് രാവിലെ അവരെ വിവരം അറിയിച്ചത് കുട്ടിക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി അവിടെ വന്നതിന് ശേഷമാണ് കാര്യങ്ങൾ പറഞ്ഞത്. അമ്മ ബോധരഹിതയായി വീഴുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിനകത്തൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. കാരണം കുട്ടി വളരെ ആക്റ്റീവ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ് ഇങ്ങനെ ഒരു മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സ്ഥിരമായി ഡയറി ഒക്കെ എഴുതാറുള്ള കുട്ടിയായിരുന്നു. അതൊക്കെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. സഹപാഠികളായ ചില പെൺകുട്ടികൾക്ക്, സുഹൃത്തുക്കൾക്ക് യാത്ര പറയുന്നുള്ള രീതിയിലുള്ള ഉള്ളടക്കം വരുന്ന കത്തും ഈ കുട്ടി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് അവൾ കിടക്കുന്ന ബെഡിന്റെ പുറത്ത് ആ ബുക്ക് ഡയറി ഉണ്ടായിരുന്നു.
എന്തായാലും ഇതിനകത്ത് മറ്റ് പ്രശ്നങ്ങൾ സ്കൂളിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോൾ പറയാൻ കഴിയില്ല. അത്തരം സംശയങ്ങൾ അധ്യാപകരും പ്രകടിപ്പിക്കുന്നില്ല, പോലീസും ഇപ്പോൾ പ്രകടിപ്പിക്കുന്നില്ല. ഒരു വർഷം മുമ്പ് നമുക്കറിയാം ഈ നവോദയ സ്കൂളിലെ കുട്ടികൾ 9ാം സ്റ്റാൻഡേർഡിൽ എത്തുമ്പോൾ മറ്റ് സ്റ്റേറ്റുകളിലെ സ്കൂളുകളിലേക്ക് നവോദയ സ്കൂളുകളിലേക്ക് ഇവർ മൈഗ്രേറ്റ് ചെയ്ത് പോകാറുണ്ട്. ഒരു വർഷം അവിടെ നിന്നാണ് പഠിച്ചിട്ട് പിന്നെ തിരികെ വീണ്ടും അതാത് സ്കൂളുകളിലേക്ക് തിരികെ വരുന്നത്. അങ്ങനെ കഴിഞ്ഞ വർഷം പോയി വന്ന കുട്ടിയുമാണ്, ഈ ജൂണോടുകൂടി ഇവിടെ വീണ്ടും അധ്യയനത്തിൽ ജോയിൻ ചെയ്ത കുട്ടിയുമാണ്. അതുകൊണ്ട് തന്നെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇതിനകത്തുണ്ടോ എന്നുള്ളത്, പ്രത്യേകിച്ച് ഒരു ദേശീയ കായിക താരമായി ഉയർന്നു വന്ന തീരദേശ ഗ്രാമത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇതൊരു വലിയ വിഷമമായി മാറുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലത്തെത്തി വിശദമായ വിഷയങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ജില്ലാ പോലീസ് മേധാവിയോടും ജില്ലാ കളക്ടറോടും ഇത് സംബന്ധിച്ചിട്ടുള്ള വിശദീകരണം, അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. വിവിധ വിഭാഗങ്ങൾ കുട്ടികൾക്ക് കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി ലഭ്യമായിട്ടുണ്ടോ എന്നുള്ളതടക്കമുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. ഇന്നിപ്പോ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ അവിടെ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ആ പ്രതിഷേധത്തിൽ അവർ പറഞ്ഞത് കുട്ടികൾക്ക് പ്രോപ്പർ കൗൺസിലിംഗ് കിട്ടാത്ത സാഹചര്യം സ്കൂളിൽ ഉണ്ട് എന്നുള്ളതാണ്. അക്കാര്യങ്ങൾ ചില അധ്യാപകരും സൂചിപ്പിക്കുകയുണ്ടായി എന്നുള്ളതാണ്. അതായത് ഈ കുട്ടികളെ രക്ഷകർത്താക്കളെ വിട്ട് താമസിക്കുന്ന ഒരിടമാണ് അത്. ഈ ഹോസ്റ്റലിലെ ആരവലി എന്ന ഹോസ്റ്റൽ ഭാഗത്താണ് ഈ കുട്ടി താമസിക്കുന്നതും ഒപ്പം തന്നെ ഇന്ന് മരണമടഞ്ഞ നിലയിൽ കണ്ടെത്തിയതും അവിടെ തന്നെയാണ്. അപ്പൊ ഈ കുട്ടികൾക്ക് പ്രോപ്പറായ ഒരു കൗൺസിലിംഗ്, ആ രക്ഷകർത്താക്കളെയൊക്കെ വിട്ടു നിൽക്കുന്ന കുട്ടികൾക്ക് ഒരുപക്ഷെ മാനസിക സമ്മർദ്ദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും, അത് ലഭ്യമാകുന്നില്ല എന്നുള്ള ആക്ഷേപം ഈ ഡിവൈഎഫ്ഐ ഉന്നയിച്ചിട്ടുണ്ട്. ചില അധ്യാപകരെ ആളുകളും നമ്മളോട് അത് രഹസ്യമായി പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. കൗൺസിലിംഗ് നടത്തുന്ന ഘട്ടത്തിൽ പോലും വരുന്നത് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നുള്ള, ആന്ധ്ര പോലെയുള്ള സ്റ്റേറ്റുകളിൽ നിന്നുള്ള നിയമിതരായ ഉദ്യോഗസ്ഥരാണ് എത്തുന്നത്. പക്ഷെ അങ്ങനെ ഉള്ള ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഭാഷ, അവർ ഇംഗ്ലീഷ് ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്നില്ല എന്നുള്ള പരാതിയുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കമ്മ്യൂണിക്കേഷൻ വലിയ ബുദ്ധിമുട്ടായി വരികയും ചെയ്യുന്നുണ്ട്. അത്തരം വിഷയങ്ങൾ ഉണ്ട്. വ്യക്തമാണ്. ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ നവോദയ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി ആണ് നേഹയുടെ മരണത്തിൽ, ആത്മഹത്യയിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്, മരണകാരണം എന്താണെന്ന് വ്യക്തമാകേണ്ടതുണ്ട്. കൂട്ടക്കൊലപാതകങ്ങളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലിൽ കർണാടകയിലെ ധർമ്മസ്ഥലയിൽ നിന്ന് കേൾക്കുന്നത് ദുരൂഹത നിറഞ്ഞ കഥകളാണ്. 1995 മുതലുള്ള കാലയളവിൽ പെൺകുട്ടികളും യുവതികളും ഉൾപ്പെടെ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടെന്ന വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് പോലീസ്. മുൻ ശുചീകരണ തൊഴിലാളി വിവരങ്ങൾ നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കഴിഞ്ഞ ദിവസം FIR രജിസ്റ്റർ ചെയ്തിരുന്നു. എന്നാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല. ഞങ്ങളുടെ പ്രതിനിധി KV ബൈജു ധർമ്മസ്ഥലയിൽ എത്തിയിട്ടുണ്ട്. ധർമ്മസ്ഥലയിൽ നിന്നും എന്താണ് കഴിഞ്ഞ 1995 മുതലുള്ള 19 വർഷ കാലയളവിൽ അവിടെ നടന്നത്? 100ഓളം പേർ, പെൺകുട്ടികളടക്കം 100ഓളം പേരെ കൊന്നു കുഴിച്ചു മൂടിയെന്ന വെളിപ്പെടുത്തൽ. പോലീസ് ആ സംഭവത്തിൽ പോലീസിൻ്റെ അന്വേഷണ വിവരങ്ങൾ അറിയണം, നാട്ടുകാരുടെ പ്രതികരണം അറിയണം. ബൈജു, ഈ ധർമ്മസ്ഥലയിൽ നിരവധി ആളുകൾ ഇപ്പോൾ ബൈജുവിനൊപ്പം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് അവർ പറയുന്നത്? പോലീസിൻ്റെ അന്വേഷണം എങ്ങനെയാണ്? അങ്ങനെയൊരു ഈ ദുരൂഹത നിറഞ്ഞ ഈ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന് പറയുന്ന സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ടോമേ, ഞാനിപ്പോൾ ഉള്ളത് ധർമ്മസ്ഥലയിലാണ്. ഇത്തരം സംഭവങ്ങൾ നടന്ന അതേ സ്ഥലത്താണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഇപ്പോൾ 2000ഓളം ആളുകളാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. അത് ആക്ഷൻ കമ്മിറ്റിയാണ്. പ്രത്യേകിച്ച് സൗജന്യ വധക്കേസിലെ ഈ സംഭവം, അതിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവിടെ കൂടുതൽ ആളുകൾ എത്തിയിട്ടുള്ളത്. അതോടൊപ്പം നിരവധി പേർ ഇപ്പോൾ ന്യൂസ് 18നോടൊപ്പം ചേരുന്നുണ്ട്. അതിൽ മലയാളികളുണ്ട്. അവർക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാനാകും. ഇതിൽ പോലീസിന്റെ അന്വേഷണം വളരെ വൈകുന്നു എന്ന ഒരു ആക്ഷേപമാണ് പ്രധാനമായും ഇപ്പോൾ ഉയരുന്നത്. പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ ഉണ്ടായ സാഹചര്യത്തിൽ ആ മൃതദേഹങ്ങൾ കുഴിച്ചെടുക്കാൻ ഈ കൃത്യമായ സ്ഥലം ഈ ശുചീകരണ തൊഴിലാളി കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും പോലീസ് ഇതുവരെ അതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടില്ല. അതുതന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആക്ഷൻ കമ്മിറ്റിയുടെ വലിയ യോഗം ഈ ധർമ്മസ്ഥലയിൽ ചേരാൻ കാരണം. ഇവിടെ 2000ഓളം ആളുകൾ ഈ യോഗത്തിൽ ഇപ്പോൾ പങ്കെടുത്തിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് യോഗം അവസാനിച്ചത്. നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഇവരോട് തന്നെ തേടേണ്ടതുണ്ട്. എന്താണ് ഇപ്പോൾ നിലവിലൊരു സാഹചര്യം? സാർ, എൻ്റെ പേര് ജയൻ തട്ടി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് ഇവിടെ ചേർന്നെന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങളുടെ ഈ സൗജന്യ പോരാട്ടം എന്ന് പറഞ്ഞ് പോരാട്ടം ആയിക്കൊണ്ട് അതിൻ്റെ നേതാരൻ മഹേഷ് തിമറോടി അവരുടെ ആനിവേഴ്സറി ഇന്ന് 25ാമത്തെ ആനിവേഴ്സറി. അങ്ങനെ ആകുമ്പോൾ പുള്ളി തന്നെ ഇത് പറഞ്ഞുകൊണ്ടുണ്ട്. ഇനിയിപ്പോൾ അവർ 2-3 ദിവസത്തിനുള്ളിൽ ആക്ഷൻ എടുത്തില്ലെങ്കിൽ
ഈ കർണാടക രാജ്യത്തു നിന്ന് ഒരു 10 ലക്ഷം ആൾക്കാർക്ക് വന്ന ഈ ആക്ഷൻ എടുക്കേണ്ടി വരുമെന്ന് എന്ന് പറഞ്ഞ് ഇന്ന് തന്നെ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് കുറഞ്ഞെന്ന് പറഞ്ഞാൽ 20 ദിവസമായിട്ടും ഇങ്ങനെ ഒരു വക്കീൽ ടീമായിട്ട് വന്നിട്ടുണ്ട്. അവരുടെ കൂടെ ആ കുഴിച്ചിട്ടവനും ഉണ്ട്, എന്നാൽ സ്വിച്ച് ചെയ്തുകൊണ്ടിരുന്നവനും അവനുമായിട്ടൊരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് ഇന്നും വരെ 20 ദിവസമായിട്ടും ആ ബോഡി ഇന്നത്തെയാണോ എന്നിട്ടെന്ന് ചോദിക്കാൻ ഇവിടുത്തെ ഈ സർക്കാർ ഇന്നും മുമ്പിൽ വന്നിട്ടില്ല. അതിന് വേണ്ടിയിട്ട് ഇന്ന് പുള്ളീൻ്റെ ഒരു അനുസരണം എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യകർത്തർ കൂടി ചെയ്ത ഒരു അതിനകത്ത് തന്നെ അത് ഗിരീഷ് മട്ടൻ എന്ന് പറയും ഇതിൻ്റെ മെയിൻ ഓറാട്ട അവരുടെ പോലീസ് ഓഫീസറായിരുന്നു. റിട്ടയർഡ് അല്ല, പുള്ളി ഇങ്ങനെ അഴിമതി കേസിന് വേണ്ടിയിട്ട് വേദന എടുത്തിട്ട് ലാസ്റ്റ് ഒരു എന്താ പറഞ്ഞാൽ ശാസകരുടെ ഭവനത്തിൽ ഒരു ബോംബ് വെച്ച് പുള്ളിയായിരുന്നു. ആ പുള്ളി ഇത് എൻ്റർ ആയിട്ടുണ്ട്. ആ പുള്ളിയായിട്ട് ഇങ്ങനെ കൂടെ വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇപ്പം കേരളത്തെ മീഡിയക്കാരെല്ലാവരും ഇത് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മസ്തപ്പ പുള്ളിക്കാരൻ വന്നിട്ട് നമ്മുടെ കൂടെ ഇപ്പം ഉണ്ട്. ആ പുള്ളിന്റെ ക്യാരപ്പിൽ ഇപ്പം എല്ലാം കൊണ്ട് പുള്ളി പറഞ്ഞ് നമുക്കൊരു ന്യായം കൊടുക്കണം. നമ്മളിപ്പോൾ പറയുന്ന 500-ലധികം മൃതദേഹങ്ങൾ ഇത്തരത്തിലുണ്ട്, ശുചീകരണ കൂടി കാട്ടിത്തരാമെന്ന് പറഞ്ഞു. പക്ഷേ പോലീസ് ഇപ്പോഴും ഇത് പുറത്തേക്ക് എടുക്കാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ ഒരു ഘട്ടത്തിൽ നിങ്ങൾ തന്നെ അത് അത്തരത്തിൽ ഇറങ്ങേണ്ടി വരുമെന്ന് ഇപ്പോൾ അല്പസമയം കൊടുത്ത് പറയുന്നുണ്ട്. എന്താണ് അത്? 100% ശരിയാ. അത് ഗിരീഷ് മട്ടന്നവർ തന്നെ ഇപ്പം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കുറച്ചുകൂടെ നോക്കി ആയില്ലെന്ന് പറഞ്ഞാൽ ആ മഹേഷണ്ണ തന്നെ ഇപ്പം ഒരു പോരാട്ടത്തിന് മുമ്പ് എന്താ പറഞ്ഞെങ്കിൽ ആ സൗണ്ട് കൊടുക്കുമായിരിക്കും. ഇപ്പം തന്നെ പറയും അവർ ഇനി ഇറങ്ങുന്ന ഒരേ രക്ഷ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രാമത്തിലെ ഈ ഒരു ക്ഷേത്രത്തിന്റെ അവിടുത്തെ വലിയ വലിയ ആൾക്കാർ കൂടിയിട്ട് 1, 2, 100, 200 അല്ല, ഇല്ല 500 അല്ല അവിടെ കുഴിച്ചിട്ടേക്കുന്നത്. അത്ര ആൾക്കാർ അവിടെ നിന്ന് പെണ്ണുങ്ങളെ റേപ്പ് ആൻഡ് മർഡർ ആയി നടന്നുകൊണ്ടിരുന്നത്. അവരുടെ ഓപ്പോസിറ്റ് ഇവിടെ കാര്യം പറയാൻ ഒരു മനുഷ്യനില്ല. പറഞ്ഞാൽ അവനെയും കൊല ചെയ്യും. ഈ രീതിയിൽ പൊതുവെ ഉയരുന്നൊരു ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് അതൊരു അവിശ്വസനീയമായി തോന്നുന്ന ആൾക്കാർ ഇപ്പോഴും നമ്മളെ കൂട്ടത്തിലുണ്ട്. എന്താണ് ഈ ശുചീകരണ തൊഴിലാളിയുടെ ഒരു വാക്ക് നമുക്ക് അത് അത്രത്തോളം വിശ്വാസത്തിലെടുക്കാനുള്ള ഒരു ഇടയായ കാരണം? കാരണം ഇത്രത്തോളം ആളുകളാണ് ഇപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ കൂടിയത് കണ്ടത്. എന്താണ് അങ്ങനെ ഒരു സാർ? എല്ലാവർക്കും അറിയാം, ഈ ഗ്രാമത്തിലല്ല ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. അവിടെ ഒരു ആദ്യം സ്റ്റേഷനില്ലായിരുന്നു. ഇത്ര വലിയ ലക്ഷങ്ങൾ ആൾക്കാർ മാസം വരുന്ന പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ പോലീസ് സ്റ്റേഷൻ ഇല്ലായിരുന്നു. അത് വേറൊരു സ്ഥലത്തായിരുന്നു. അങ്ങനെ പോലീസ് സ്റ്റേഷൻ ഇല്ലാതെ ഇവരുടെ ലാഭസ്ഥലയിൽ പോലീസ് സ്റ്റേഷൻ ഇല്ലായിരുന്നു. 2015 കഴിഞ്ഞിട്ടാന്ന് പറഞ്ഞാൽ സൗജന്യ ഒരു കൊച്ചിനെ എന്ന് പറഞ്ഞാൽ 17കാരി ഒരു കൊച്ചിനെ പകല് തന്നെ സ്റ്റേറ്റ് ഹൈവേ എന്ന് തന്നെ കാറിനകത്ത് അപഹരണം ചെയ്തിട്ട് അത് കൂട്ടം അത്യാചാരം ചെയ്തേക്കുന്നത്. ചെയ്തിട്ട് കൊന്നുകൊണ്ടിട്ട് ഇതേപോലെ പല പിള്ളേരെയും കൊണ്ടുവന്നത്. ഈ പല പിള്ളേരെയും കൊന്നുകൊണ്ട് റോഡ് സൈഡിൽ കളഞ്ഞതിനെ അവൻ കുടിച്ചിട്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഒരു പോലീസ് സ്റ്റേഷൻ ഇല്ലാത്ത ഒരു സ്ഥലം ധർമ്മസ്ഥലയിൽ കഴിഞ്ഞ കുറെ ഈ പറയുന്ന കാലയളവിൽ പോലീസ് സ്റ്റേഷൻ പോലും ഉണ്ടായിരുന്നില്ല ഒരു കേസ് കൊടുക്കാൻ, പരാതി കൊടുക്കാൻ എന്നതാണ് വളരെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ഇതോടൊപ്പം നമ്മോടൊപ്പം ഈ മനാഫ് എന്ന് പറയുന്ന, നമുക്കറിയാം ശിരൂർ ദുരന്തത്തിൽ ഏറ്റവും മുൻപന്തിൽ നിന്ന മനാഫ് ഈ പോരാട്ട സമിതിയുടെ ആക്ഷൻ കമ്മിറ്റിയുടെ ഒരു ഭാരവാഹി കൂടിയാണ്. അദ്ദേഹം 4 മാസത്തോളമായി ഈ കേസിന്റെ പിറകെയാണ്. ഒരുപാട് വാർത്തകൾ നമുക്കടക്കം നൽകാൻ അദ്ദേഹം ആണ് തയ്യാറായിരുന്നത്. എന്നാലും മനാഫ് കൂടി ചേരുന്നുണ്ട്. എന്താണ് ഇതിന് തുടർ പരിപാടികൾ? ഇതിപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇന്നേ വരെ കണ്ടതിൽ ഏറ്റവും വലിയ നെട്ടിപ്പിക്കുന്ന കൊലപാതക പരമ്പരയാണ് ഈ ഒരു പരിസരത്ത് നടന്നത്. ഇതെല്ലാം മറവ് ചെയ്ത് ഒരു 100ഓളം ആളുകളുടെ മൃതദേഹം മറവ് ചെയ്ത ആൾ ഇപ്പം സ്വന്തമായി ഇങ്ങോട്ട് വന്നിട്ട് എന്താക്കാണ്, ഞാൻ കാണിച്ചു തരാം എവിടേക്കാണ് ഇത് മറവ് ചെയ്തത്, ആ സ്ഥലങ്ങൾ പോയിട്ട് ഓൾറെഡി ഒരു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെളിവിന് വേണ്ടിയിട്ട് ഇപ്പം മറവ് ചെയ്ത ഒരു ബോഡി എടുത്തിട്ടുണ്ട്. അപ്പൊ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടിയാണ് നമ്മളെ ആക്ഷൻ കമ്മിറ്റിക്കാർക്ക് എല്ലാവർക്കും ഒരു വിശ്വാസമായത് ഇയാളായിട്ട്. അങ്ങനെ ജൂലൈ 3-ാം തീയതി ഈ കോടതിയിൽ ഈ ഒരു കേസ് ഫയൽ ചെയ്ത് ഇയാളെ അതിന് മാപ്പുസാക്ഷിയായിട്ട് മുന്നോട്ട് വന്ന ഈ കേസ് ഫയൽ ചെയ്തതാണ്. പക്ഷെ ഇത്രയും ദിവസമായിട്ട് കർണാടകയിലെ ഇപ്പം കോടതിയിൽ ഈ ഒരു ആളുകളെ ഈ ശവങ്ങൾ എവിടെയൊക്കെ ഉള്ളത് കുഴിച്ചെടുക്കുന്ന നടപടി ഇതുവരെ ആയിട്ട് തുടർന്നിട്ടില്ല. ഇന്നിപ്പോ ഇവിടെ നമ്മളെ ആക്ഷൻ കമ്മിറ്റിന്റെ ഒരു വലിയൊരു മീറ്റിംഗ് 2000-ൽ കൂടുതൽ ആളുകൾ പങ്കെടുത്ത മീറ്റിംഗ് കഴിഞ്ഞു. ഈ മീറ്റിംഗിൽ ഇപ്പൊ തീരുമാനമായത് എന്താ പറഞ്ഞാൽ കുറച്ച് ദിവസം കൂടി ക്ഷമിച്ചു നിൽക്കും. അത് കഴിഞ്ഞിട്ട് ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരുപാട് ജനങ്ങളെ കൂട്ടി അതായത് നേരത്തെ ആളുകൾ പുറത്ത് ഇറങ്ങാൻ തയ്യാറായിരുന്നില്ല, അല്ലെങ്കിൽ പുറത്ത് പറയാൻ ഒരു ഭയമായിരുന്നു. അതൊക്കെ വിട്ട് ആളുകൾ ഇങ്ങനത്തെ 2000-ഓളം ആളുകൾ വരുന്നത് നിസ്സാരമല്ല. ഒരു ആക്ഷൻ കമ്മിറ്റിയും അത് പുറത്ത് ഈ ഒരു സംഭവത്തിൽ അത്രത്തോളം ആളുകൾ പ്രതികരിക്കാൻ ഇപ്പോൾ മുന്നോട്ട് വരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപാട് കർണാടകയിൽ മൊത്തത്തിൽ ഒരു കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസാണ്. ഒരുപാട് ആളുകൾ പല നാട്ടിൽ നിന്നും എത്തിയിട്ടുണ്ട്. 300-400 കിലോമീറ്റർ ദൂരത്തു നിന്ന് വരെ ആളുകൾ ഇവിടെ വന്നിട്ട് ഇതിന്റെ കൂടെ ഈ പോരാട്ടത്തിന്റെ കൂടെ ഭാഗമായിട്ടുണ്ട്. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മലയാളികളായ ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. നമുക്ക് അടുത്ത കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഈ മലയാളികളെ എല്ലാവരെയും ആരൊക്കെയാണ് മരണപ്പെട്ടത്, എങ്ങനെയാണ് മരണപ്പെട്ടത്, ഇതൊക്കെ നമുക്ക് പുറലോകത്തേക്ക് എത്തിക്കാവും കഴിയും. എന്താണ് മലയാളത്തില് കന്നഡ
ಈಗಾದರೆ ತುಂಬ ವರ್ಷದಿಂದ ಅಲ್ಲಿ ಕೊಲೆಗಳು ನಡೀತಾ ಇದೆ. ಅದನ್ನು ಯಾರು ಕೂಡ ಪ್ರಶ್ನೆ ಮಾಡೋಗಿಲ್ಲ. ಅವರು ಬೇಕಾದಾಗ ಅವರು ಕೊಲ್ತಾರೆ, ಬಿಸಾಡ್ತಾರೆ. ಇದನ್ನು ಕೇಳೋರಿಲ್ಲ. ಈಗ ನಾವೆಲ್ಲ ಹೋರಾಟಕ್ಕಿಳಿದಿದ್ದೇವೆ. ಇದಕ್ಕೆ ನ್ಯಾಯ ಸಿಗುವವರೆಗೆ ನಾವು ಬಿಡೋದಿಲ್ಲ. സർ, ഇത് ഒരുപാട് 10, 12, 13 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടിയെ ഒരു ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി. അതിന്റെ പേരിൽ ഒരു നിരപരാധിയെ പിടിച്ച് ജയിലിനകത്ത് കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടു, സന്തോഷ് റാവു എന്ന് പറഞ്ഞു. അതിന്റെ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഉള്ളത്. പക്ഷെ ഇപ്പോൾ അറിയുന്ന വിവരങ്ങൾ മാധ്യമങ്ങളിലും എല്ലാം വരുന്നുള്ളത് ഇനി ഒരുപാട് അസ്ഥികൂടങ്ങളൊക്കെ ഉണ്ടെന്നാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇപ്പോൾ ഒരുപാട് ഭക്തന്മാർ വരുന്നൊരു ക്ഷേത്രമാണ് ധർമ്മസ്ഥലം എന്ന് പറയുന്നത്. പക്ഷേ ഈ മനാഫിക് ആക്ഷൻ കമ്മിറ്റിയിലെ ജയൻ സർ ഇവരൊക്കെ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് പുറത്തു വരുന്നത്. എന്തോന്ന് അറിയില്ല. ഈ സൗജന്യ പോരാട്ടത്തിന് ഇതുവരെ നീതി കിട്ടിയിട്ടില്ല. ആരാണ് ഇത് ചെയ്തതെന്ന് അറിയില്ല. ആ പെൺകുട്ടിയെ ക്രൂരമായി കൊന്നവരാരാണ്? ഇതിന്റെ പുറകിൽ ആരാണ്? ഇത്ര വലിയ പണക്കാർ ആരാണ്? ഇതിന്റെ ഉത്തരങ്ങളാണ് തേടുന്നത് ജനങ്ങൾ. തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. ഇതിന് പിന്നിൽ ആരാണ്? അതല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ പുറത്ത് ഇപ്പോഴും ബൈജു അതാണ് അറിയേണ്ടത്. കാരണം ഈ ഒരു സംഭവം ഈ 20 വർഷത്തിനിടെ ഇത്രയധികം ദുരൂഹ മരണങ്ങൾ ഉണ്ടായിട്ടും പോലീസിൽ പരാതിപ്പെട്ടിട്ടും പോലീസ് ഇതുവരെയും ഈ കേസ് അത്ര ഗൗരവത്തോടെ കൂടി കാണുന്നില്ല. കാരണം കോടതിയുടെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷിക്കാൻ പോലും തയ്യാറായത്. പക്ഷേ ഒരു വ്യക്തി, ദൃക്സാക്ഷി എന്ന് പറയുന്ന വ്യക്തി, അല്ലെങ്കിൽ ഈ മൃതദേഹം കുഴിച്ചിട്ടെന്ന് പറയുന്ന വ്യക്തി നേരിട്ട് വന്ന് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടും അത് എവിടെയാണ് കുഴിച്ചിട്ടതെന്ന് പരിശോധിക്കാൻ പോലും എന്തുകൊണ്ടാണ് പോലീസ് തയ്യാറാകാത്തത്? തീർച്ചയായും ആ ഒരു ചോദ്യം തന്നെയാണ് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും ചോദിക്കുന്നത്. എന്തുകൊണ്ട് ഇത്തരം ഒരാൾ ഇത്തരത്തിൽ വെളിപ്പെടുത്തൽ നടത്തി? മാത്രമല്ല തെളിവ് സഹിതമാണ് അദ്ദേഹം ഈ പരാതി നൽകിയതെന്നാണ് ഇതിൽ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. എന്തുകൊണ്ട് പോലീസ് മറ്റ് സ്ഥലങ്ങൾ കുഴിച്ച് മൃതദേഹങ്ങൾ പുറത്തെടുക്കാൻ തയ്യാറാകത്തെന്ന ചോദ്യം തന്നെയാണ് ഇവിടുന്ന് ഓരോ ആളുകളും ചോദിക്കുന്നത്. അതിന് അപ്പുറം പുതിയ തീരുമാനമായി ഇപ്പോൾ വരുന്നത് ഒരാഴ്ച കൂടി കാത്തു നിൽക്കും. ഇത്തരത്തിൽ മൃതദേഹങ്ങൾ പുറത്തെടുത്തില്ലെങ്കിൽ തങ്ങൾ തന്നെ പോയി ഈ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ പരിശോധന നടത്തും. മൃതദേഹം പുറത്തെടുക്കല്ല നടപടികൾ ആക്ഷൻ കമ്മിറ്റി തന്നെ തയ്യാറാകും എന്ന ഒരു മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ ഇവർ നൽകുന്നുണ്ട്. എന്തായാലും കർണാടകയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം വലിയ തോതിലുള്ള വിവാദമായി മാറിയിട്ടുണ്ട്. വലിയ ഗൗരവമായ ഒരു പ്രശ്നം തന്നെയായി മാറിയിട്ടുണ്ട്. അത്രത്തോളം ആളുകളാണ് ഇപ്പോൾ കൂടുതൽ രംഗത്ത് വരുന്നത്. നേരത്തെ ആളുകൾക്ക് വലിയ ഭയമായിരുന്നു ഇത്തരം കാര്യങ്ങൾ പുറത്തു പറയാനെങ്കിൽ ഇപ്പോൾ ഒരുപാട് ആളുകൾ, ഇപ്പോൾ നമുക്ക് തന്നെ പ്രതികരണങ്ങൾ, ഒരുപാട് പേരുകൾ ഇപ്പോൾ നൽകുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിൽ ഒരുപാട് ആളുകളാണ് ഇവിടെ ഇപ്പോൾ കൂടി നിൽക്കുന്നത്. ധർമ്മസ്ഥലയിൽ ആക്ഷൻ കമ്മിറ്റി ആ യോഗം ആദ്യമായി വലിയ തോതിലുള്ള ഒരു യോഗം ഇവിടെ ആരംഭിച്ചിരിക്കുന്നു. നേരത്തെ സൗജന്യയുടെ കഥയൊക്കെ പറഞ്ഞത് കേട്ടാൽ അത്രത്തോളം കുടുംബങ്ങളിൽ ഞെട്ടലുണ്ടാക്കുന്ന തരത്തിലാണ് ഓരോ കൊലപാതകങ്ങളും. ബലാത്സംഗത്തിനിരയായി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ അതിക്രൂരമായി കൊലപ്പെടുത്തി. ഈ കോളേജിൽ പോയ വിദ്യാർത്ഥിയെ സ്കൂൾ ബാഗ് അടക്കമാണ് ഇത്തരത്തിൽ കൊലപാതകം ചെയ്തത്. അതിന് മറ്റൊരു ആളുടെ തലയിൽ കെട്ടിവെക്കുന്ന സാഹചര്യം കൂടി ഈ സൗജന്യ കേസിലുണ്ടായി. കുറെ ആളുകളെ കാണാനില്ല, ഇവരെവിടെ പോയി എന്ന ഒരു കാര്യങ്ങളും കണ്ടെത്തേണ്ടതുണ്ട്. മാത്രമല്ല ഈ മൃതദേഹങ്ങളെല്ലാം പുറത്തെടുത്ത് ഇതിൽ മലയാളി ഉണ്ടെന്നാണ് ഇപ്പോൾ പുതുതായി ഇവർ ഇപ്പോൾ നമ്മോട് പങ്കുവെക്കുന്നത്. നിരവധി അവരുടെ കുടുംബങ്ങളിലും നമ്മൾ അല്പസമയത്തിനകം പോകുന്നുണ്ട്. അവരുടെ ബന്ധുക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ആ മലയാളികൾ ഉൾപ്പെടെ ഇത്തരത്തിൽ ഈ കൊലപാതകത്തിനിരയായ എന്ന ഞെട്ടിപ്പിക്കുന്ന വസ്തുത കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് ഒരാഴ്ചക്കകം ഇവർ സമയം നൽകിയിട്ടുണ്ട്. ഈ പോലീസ് ഇതിന് തയ്യാറായില്ലെങ്കിൽ ഈ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തന്നെ മൃതദേഹങ്ങൾ പുറത്തെടുക്കാൻ തയ്യാറാകുമെന്നാണ് ഇപ്പോൾ അറിയിക്കുന്നത്. ടോം. ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവിടെ യോഗം ചേരുകയാണ്. കർണാടകയിലെ ധർമ്മസ്ഥലയിൽ 1995 മുതൽ നടന്ന ദുരൂഹ മരണങ്ങളുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ അന്വേഷണം പോലീസ് നടത്തിയില്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുമെന്നാണ് നാട്ടുകാർ ഉൾപ്പെടെ നൽകുന്ന മുന്നറിയിപ്പ്. മലപ്പുറം പെരിന്തൽമണ്ണയിൽ ഓട്ടിസം ബാധിച്ച 6 വയസ്സുകാരന് രണ്ടാനമ്മയുടെ ക്രൂരമർദ്ദനം. കുട്ടിയെ ഭക്ഷണം നൽകാതെ പട്ടിണിക്കിട്ടുവെന്നും ശരീരത്തിൽ പൊള്ളലേൽപ്പിച്ചുവെന്നുമാണ് പരാതി. അധ്യാപിക കൂടിയായ നിലമ്പൂർ വടപുറം സ്വദേശിനി ഉമേറയ്ക്കെതിരെ ചൈൽഡ് ലൈൻ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തു. വിവരങ്ങളുമായി CB അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, രണ്ടാനമ്മയ്ക്ക് അപ്പുറം ഇതൊരു അധ്യാപിക കൂടിയായിട്ടുള്ള ഉമേറ ഈ 6 വയസ്സുകാരൻ, ഓട്ടിസം ബാധിതനായ 6 വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ചു എന്ന് പറയുമ്പോൾ അങ്ങേയറ്റം വേദനിപ്പിക്കുന്നൊരു വാർത്തയാണ്. ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ സ്കൂളിൽ നിന്നുകൂടി നടപടി സ്വീകരിക്കേണ്ടതല്ലേ? അത്യധികം വേദന ഉണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് പെരിന്തൽമണ്ണയിൽ നിന്നും വന്നിരിക്കുന്നത്. 6 വയസ്സുള്ള മിണ്ടാൻ കഴിയാത്ത 80% ഓട്ടിസം ഉള്ള, അതായത് ഒന്നും മറ്റുള്ളവരോട് പറയാൻ പോലും കഴിയാത്ത ഒരു കുട്ടിയാണ് മാസങ്ങളോളം
ഈ രണ്ടാനമ്മയുടെ ക്രൂരപീഡനത്തിന് ഇരയായിട്ടുള്ളതെന്നാണ് വരുന്ന വാർത്തകൾ. ഈ കുട്ടിയുടെ ശരീരത്തിൽ പൊള്ളലേറ്റ പാടുകളുണ്ട്, മുറിവിൻ്റെ അടയാളങ്ങളുണ്ട്, ഈ കുട്ടിക്ക് വേണ്ട സമയത്ത് കൃത്യമായ രീതിയിൽ ഭക്ഷണം കൊടുത്തില്ലെന്ന പരാതിയുണ്ട്. അത്തരത്തിൽ ഏറെ ദുഃഖമുണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ കുട്ടിയുടെ അമ്മ ഈ കുട്ടിക്ക് 1.5 വയസ്സുള്ളപ്പോൾ മരിച്ചിരുന്നു. ക്യാൻസർ ബാധിച്ചാണ് ഇവർ മരിച്ചത്. അവരുടെ മരണത്തെ തുടർന്നാണ് പിതാവ് രണ്ടാമത് വിവാഹം കഴിച്ചത്. ഈ കുട്ടിയുടെ അമ്മ യഥാർത്ഥത്തിൽ ടീച്ചറായിരുന്നു. ഒരു മാനേജ്മെൻറ്റ് സ്കൂളിലായിരുന്നു അവർ ജോലി ചെയ്തിരുന്നത്. അമ്മ മരിച്ച ഒഴിവിൽ വന്ന അല്ലെങ്കിൽ രണ്ടാമത് വിവാഹം കഴിച്ച ഉമേറയെ ആ സ്കൂളിൽ തന്നെ അധ്യാപികയായിട്ട് ജോലിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഈ കുട്ടി ഏറെ കാലം 4 വയസ്സ് വരെ ഈ അമ്മയുടെ രക്ഷിതാക്കളുടെ കൂടെ, അതായത് ഇപ്പോൾ പരാതിയുമായി വന്നിരിക്കുന്ന അബ്ദുൾ സമദിൻ്റെ കൂടെയായിരുന്നു. അതിനുശേഷം കുട്ടിയുടെ പിതാവ് കോടതിയിൽ പോയി കുട്ടിയുടെ സംരക്ഷണ ചുമതല ഏറ്റുവാങ്ങുകയായിരുന്നു. ഇയാളിപ്പോഴും വിദേശത്താണ്. അങ്ങനെ സംരക്ഷണ ചുമതല ചോദിച്ചു വാങ്ങിച്ച ഇവരാണ് ഈ കുട്ടിയെ ഈ നിലയിലേക്ക് ഇപ്പോൾ എത്തിച്ചിട്ടുള്ളത്. കഴിഞ്ഞ മാസം ഈ അബ്ദുൾ സമദ്, അതായത് കുട്ടിയുടെ അമ്മയുടെ പിതാവ്, കുട്ടിയെ കാണുവാനും അതുപോലെ ഈ സ്കൂളിലെ മറ്റു കാര്യങ്ങൾ അന്വേഷിക്കുവാനും വേണ്ടി സ്കൂളിലെത്തിയപ്പോഴാണ് ഈ കുട്ടിയുടെ ശരീരത്തിലെ അടയാളങ്ങൾ കണ്ടതും ഈ കാര്യങ്ങൾ മനസ്സിലായതും. തുടർന്ന് അദ്ദേഹം ചൈൽഡ് പരാതി കൊടുക്കുകയും അങ്ങനെ ചൈൽഡ് ലൈൻ നടത്തിയ അന്വേഷണത്തിനെ തുടർന്ന് പോലീസിന് റിപ്പോർട്ട് നൽകുകയും അങ്ങനെയാണ് പോലീസ് ഈ കേസിൽ ഇപ്പോൾ ഈ സംഭവത്തിൽ കേസെടുത്തിരിക്കുന്നത്. പോലീസ് കേസെടുത്തതിൻ്റെ പിന്നാലെ തന്നെ ഇവർ ഒളിവിൽ പോയിരിക്കുന്നു. ഇവർ മെഡിക്കൽ ലീവിലാണ് നിലവിലുള്ളത്. ഇവർക്ക് സർവീസ് ചട്ടങ്ങൾ അതുപ്രകാരമുള്ള നടപടികൾ വേണമെന്ന ആവശ്യവും കുടുംബം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഇവരെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. നിലവിൽ ഇവർ ഒളിവിലാണ്. അന്വേഷണം ഊർജിതമാണെന്നാണ് പോലീസ് അറിയിക്കുന്നത്. എന്നാണെങ്കിലും അത്യധികം വേദനയുണ്ടാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് കുട്ടിയുടെ കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആർക്കും തന്നെ ഇതേ ഒരു കൃത്യം അല്ലെങ്കിൽ ഇങ്ങനെ ആ സ്ത്രീ പെരുമാറുമെന്ന് വിശ്വസിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ് ആ പ്രദേശവാസികൾക്ക് ഉള്ളത്. എന്തുതന്നെയാണെങ്കിലും പോലീസ് പറയുന്നത് തീർച്ചയായും അനുമോദ്, ഇതിപ്പോൾ ഈ രണ്ടാനമ്മയ്ക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കുറേ നാളുകളായി കുഞ്ഞിനെ ഇവർ ഇതുപോലെ ഉപദ്രവിച്ചിരുന്നോ? മറ്റു കുടുംബാംഗങ്ങൾക്ക് ഇതേക്കുറിച്ച് അറിയാമായിരുന്നോ? ആ വീട്ടിൽ ആകെ ഉണ്ടായിരുന്നത് ഈ രണ്ടാനമ്മയും അവരുടെ മൂത്ത മകളും അവരുടെ ചെറിയ കുട്ടിയും അങ്ങനെ കുറച്ച് പേർ മാത്രമാണ്. പുറമേ നിന്നായും, അതായത് ഈ കുട്ടിയുടെ ആദ്യത്തെ അമ്മയുടെ രക്ഷിതാക്കൾ ഇവിടേക്ക് വരാറില്ല, ഈ കുട്ടി താമസിക്കുന്നിടത്തേക്ക് വരാറില്ല. സ്വാഭാവികമായിട്ട് അവരുടെ പോലെ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ ആഴ്ചയിൽ 2 ദിവസം മാത്രമാണ് ഈ കുട്ടിയെ ഇവർക്ക് കാണാനുള്ള അവസരം ഉണ്ടായിരുന്നത്. മാത്രമല്ല ഏപ്രിൽ മെയ് മാസങ്ങളിൽ സ്കൂൾ അവധിയായതുകൊണ്ട് കുട്ടി പുറത്തു പോകാനുള്ള സാധ്യതയും കുറവാണ്. പോകുന്നുണ്ടെങ്കിൽ തന്നെ അത് ഒരു പക്ഷേ ഉമേറയുടെ വേണ്ടപ്പെട്ട വീടുകളിലേക്ക് മാത്രമായിരിക്കും. ഈ കുട്ടിയെ പുറത്ത് കണ്ടപ്പോഴാണ്, ഈ സ്കൂളിലെത്തി കണ്ടപ്പോഴാണ് ഈ കുട്ടിയുടെ അമ്മയുടെ രക്ഷിതാക്കൾ, അതായത് ഈ മരിച്ചുപോയ അമ്മയുടെ അച്ഛനും മറ്റുള്ളവരും ഈ വിവരം അറിയുകയും അങ്ങനെ അവർ ഈ വിഷയത്തിൽ പോലീസിനെ അല്ലെങ്കിൽ ചേട്ടലിനെ സമീപിക്കുകയും തുടർന്ന് ഈ നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇതിന് മുൻപാരും അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വിഷമകരമായ ഒരു കാര്യം. എന്നാണെങ്കിലും സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കുട്ടിയുടെ ആരോഗ്യനില തന്നെയാണ്. നിലവിലത് ആശങ്കപ്പെടേണ്ട അവസ്ഥയില്ല. കാരണം കുട്ടിയെ ഇപ്പോൾ ഈ ശരിക്കുള്ള അല്ലെങ്കിൽ കുട്ടിയുടെ അമ്മയുടെ അച്ഛൻ്റെയും അമ്മയുടെ അടുത്തേക്കാണ് കോടതി ഇപ്പോൾ സുരക്ഷിതത്വത്തിനായി നൽകിയിരിക്കുന്നത്. താൽക്കാലിക ഉത്തരവാദിത്വം, രക്ഷാകർത്താവിൻ്റെ ഉത്തരവാദിത്വം അവർക്ക് നൽകിക്കൊണ്ട് കോടതി ഉത്തരവായിട്ടുണ്ട്. ഇപ്പോൾ കുട്ടി നിലവിൽ അവരുടെ കൂടെയാണുള്ളത്. ഈ വിഷയത്തിൽ സംഭവത്തിൽ ഇനി പോലീസിൻ്റെ ഭാഗത്ത് എന്തെല്ലാം നടപടികളുണ്ടാകും, സ്കൂൾ അധികൃതർ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. വ്യക്തമാണ്. CB അനുമോദാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. എറണാകുളത്ത് 2 ഇടങ്ങളിലായി ലഹരിവേട്ട. പള്ളിമുക്കിലെ ലോഡ്ജിൽ നിന്ന് 4 ഗ്രാം MDMAയും 30 LSD സ്റ്റാമ്പുകളുമായി 2 പേരെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. ലക്ഷദ്വീപ് സ്വദേശിനി ഫരീദ, മൂവാറ്റുപുഴ സ്വദേശി ശിവജിത്ത് എന്നിവരാണ് അറസ്റ്റിലായത്. കാക്കനാട്ട് ഫ്ളാറ്റിൽ നിന്നാണ് യൂട്യൂബർ റിൻസിയും സുഹൃത്ത് യാസിറും പിടിയിലായത്. 22 ഗ്രാം MDMA ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. ആജ്ഞ രവീന്ദ്രൻ ചേരുന്ന വിവരങ്ങളുമായി. ആജ്ഞ, 2 ഇടങ്ങളിലായി നടന്ന ലഹരിവേട്ട, 2ഇടത്തും സ്ത്രീകളുടെ നേതൃത്വത്തിലായിരുന്നു ഈ ലഹരി ഇടപാടുകൾ നടന്നത്. വിവരങ്ങൾ. കൊച്ചിയിലാണ് 2 ഇടങ്ങളിൽ ലഹരിവേട്ട നടന്നത്. 2 ഇടങ്ങളിലും യുവതികളുടെ നേതൃത്വത്തിലായിരുന്നു ലഹരി ഇടപാടുകൾ. കാക്കനാട് ഒരു ഫ്ളാറ്റിൽ നിന്നാണ് യൂട്യൂബർ റിൻസിയും സുഹൃത്തും പിടിയിലായത്. ഇവരിൽ നിന്നും 22 ഗ്രാം MDMA പിടിച്ചെടുത്തിട്ടുണ്ട്. നേരത്തെ LSD സ്റ്റാമ്പും MDMAയുമായി ലക്ഷദ്വീപ് സ്വദേശിനി ഫരീദയും സുഹൃത്തും പിടിയിലായിരുന്നു.
കൊച്ചിയിലെ ഈ ലഹരി വ്യാപനത്തിനെതിരെ എക്സൈസും പോലീസും ശക്തമായ നടപടി സ്വീകരിക്കുന്നതിനിടെയാണ് രണ്ട് സംഘങ്ങളും പിടിയിലായത്. തിരുവനന്തപുരത്തും സമാനമായ രീതിയിലുള്ള ലഹരിവേട്ട, തിരുവനന്തപുരം ആറ്റിങ്ങലിലും വൻ ലഹരിവേട്ടയാണ് നടന്നത്. 1.25 കിലോയോളം തൂക്കം വരുന്ന MDMA തിരുവനന്തപുരത്ത് പിടിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം കോടികൾ വില മതിക്കുന്ന MDMA ആണ് ആറ്റിങ്ങലിൽ നിന്നും പിടികൂടാൻ കഴിഞ്ഞത്. പോലീസ് ഇതിൻ്റെ കണ്ണികളിലേക്ക് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.